ലോകസ്ഥാപനത്തിന് മുമ്പേ നാം തന്റെ സന്നിധിയിൽ വിശുദ്ധരും നിഷ്കളങ്കരുമാകേണ്ടതിന് പ്രിയപുത്രൻ മൂലം നമ്മെ തെരഞ്ഞെടുത്ത പിതാവായ ദൈവത്തിന് ഞാൻ സ്തോത്രവും സ്തുതിയും മഹത്വവും പുകഴ്ചയും അർപ്പിക്കുകയാണ്. ഈ ആഴ്ചയുടെ അവസാനത്തെ സന്ധ്യയിൽ ദൈവം നമ്മെ ഒരുമിച്ച് തിരുവചന പഠനത്തിനായിട്ട് കൂട്ടിവരുത്തിയല്ലോ. ദൈവത്തിന് സ്തോത്രം. നാം ഏകാഗ്രതയോടെ ദൈവത്തിന്റെ വചനത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിക്കുന്നു. ഫിലദൽഫിയ ദൈവ സഭയോടുള്ള യേശുക്രിസ്തുവിന്റെ സന്ദേശങ്ങളാണ് നമ്മളിപ്പോൾ ചിന്തിക്കുന്നത്. ഒരിക്കൽ കൂടെ നിങ്ങളെ എല്ലാവരെയും സ്നേഹാദരവുകളോട് വന്ദനം ചെയ്യുന്നു. ദൈവത്തിന്റെ വലിയ സ്നേഹം നമുക്ക് വീണ്ടും അനുഭവിപ്പാനും തിരുമഹത്വം കാണുവാനും കർത്താവ് കൃപ ചെയ്യട്ടെ. നമ്മൾ ഫിലദൽഫിയയ്ക്കുള്ള യേശുക്രിസ്തുവിന്റെ ലേഖനം, അതായത് വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായത്തിന്റെ 7 മുതൽക്കുള്ള വാക്യങ്ങൾ, അവിടെ നിന്ന് വിശേഷാൽ ഇന്നലെ നമ്മൾ 8-ാമത്തെയും 10-ാമത്തെയും 11-ാമത്തെയും വാക്യങ്ങളിൽ നിന്ന് 6 വിഷയങ്ങളിൽ ഫിലദൽഫിയയിലെ സഭയെ കർത്താവ് ശ്ലാഘിക്കുന്നതായിട്ട് കണ്ടു. So we saw from verses 8, 10 and 11 that Christ was appreciating the church at Philadelphia for 6 different matters. അതിൽ നമ്മൾ 3 കാര്യങ്ങൾ കാണുകയുണ്ടായി. ആദ്യത്തെ 3 എണ്ണം നമ്മൾ ചിന്തിച്ചു. I know your works. ഞാൻ നിന്റെ പ്രവൃത്തി അറിയുന്നു. അവിടെ പ്രവൃത്തി എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് അവരുടെ ജീവിതം എന്ന് തന്നെയാണ്. സ്തോത്രം. So the works and the life of a Christian are inseparable. We cannot separate our works, whether it is sacred or secular, from our Christian life. It is an all-out commitment. Christian life is an all-out commitment to Christ. ക്രിസ്തീയ ജീവിതം യേശുക്രിസ്തുവിനായുള്ള സമ്പൂർണമായ സമർപ്പണമാണ്. സ്തോത്രം. ഒന്നും നമ്മുടെ കൈവശം വയ്ക്കാതെ, ഒന്നും നമ്മുടെ പക്കൽ നമ്മുടേതായി സൂക്ഷിക്കാതെ, എല്ലാം കർത്താവിന് തീരെഴുതി കൊടുക്കുന്ന ഒരു ജീവിതമാണ് ക്രിസ്തീയ ജീവിതം. ആ ജീവിതത്തെയും നമ്മുടെ സാധാരണ പ്രവൃത്തിയെയും തമ്മിൽ വേർതിരിക്കുവാൻ സാധ്യമല്ല. We cannot separate works of our life from our Christian life. രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ സാധാരണ ജീവിതമെന്നും ക്രിസ്തീയ ജീവിതമെന്നും 2 വശങ്ങൾ, 2 മുഖങ്ങൾ, 2 തലങ്ങൾ ഒരു ക്രിസ്ത്യാനിക്കില്ല. അതുകൊണ്ട് ഇവിടെ ഞാൻ നിന്റെ പ്രവൃത്തി അറിയുന്നു എന്ന് പറയുന്നത് ഫിലദൽഫിയയിലെ സഭയെ മുഴുവനുമായി കർത്താവ് അപ്രൂവ് ചെയ്യുന്ന, പ്രസാദത്തിന്റെ മുദ്ര പതിപ്പിക്കുന്ന ഒരു പ്രക്രിയ. അതുകൊണ്ട്
നമ്മുടെ ജീവിതത്തിലും ദൈവപ്രസാദമുള്ളവരായിരിക്കുക എന്ന ഭാഗം നമ്മൾ കണ്ടു. 2, kept God's word despite their little strength. അല്പമേ ശക്തി ഉണ്ടായിരുന്നുള്ളൂ എങ്കിലും അവർ ദൈവത്തിന്റെ വചനം കാത്തുകൊണ്ടൊരു. ദൈവവചനം കാത്തു എന്ന് പറഞ്ഞാൽ അവർ ദൈവത്തെ അനുസരിക്കുന്നവരായിരുന്നു എന്നർത്ഥം. They were obedient to the word of God. They were devoted to obey the Lord. അല്പമേ അവർക്ക് ശക്തി ഉണ്ടായിരുന്നുള്ളൂ എങ്കിലും അവർ ദൈവത്തെ സകലത്തിലും അനുസരിച്ചു. അപ്പോൾ നമ്മുടെ ശാരീരിക ക്ഷമതകളോ സാമൂഹിക സാഹചര്യങ്ങളോ അല്ല ദൈവത്തെ, ദൈവവചനത്തെ അനുസരിക്കുവാൻ അടിസ്ഥാനമായിരിക്കുന്നത്. Understood? They were of little strength, but they were able to keep the word of God, obey the Lord. And therefore we can conclude this, that our human strength or circumstances, etc., are not the very basis of our obedience to the word of God. Obedience to the word of God. സ്തോത്രം. സാഹചര്യങ്ങൾ എത്ര പ്രതികൂലമായാലും നമുക്ക് ദൈവവചനത്തെ അനുസരിക്കാം. That means true spirituality is not circumstantial. യഥാർത്ഥ ആത്മീയത സാഹചര്യങ്ങൾക്ക് അനുസൃതമായുള്ളതല്ല. True Christianity is not circumstantial. അവസരവാദപരമല്ല ക്രിസ്തീയ ജീവിതം. സ്തോത്രം. പൗർണമാസിയോ അമാവാസിയോ ആകട്ടെ, വെളുത്തവാവോ കറുത്തവാവോ ആകട്ടെ, മഴക്കാലമോ വേനൽക്കാലമോ ആകട്ടെ, രാത്രിയോ പകലോ വ്യത്യാസമില്ല. എല്ലായ്പ്പോഴും ഒരു ക്രിസ്ത്യാനി ആയിരിക്കും. A Christian, a true Christian will remain a Christian at all circumstances, in all places, no difference at all. അതാണ് ഇവിടെ, നിനക്ക് അല്പമേ ശക്തി ഉള്ളുവെങ്കിലും നീ എൻ്റെ വചനം കാത്തു. വചനം കാത്തു. We are supposed to defend the truth and refute the heresy. നാം സത്യസുവിശേഷത്തെ, പഥ്യോപദേശത്തെ സംരക്ഷിക്കുന്നവരും ദുരുപദേശങ്ങളെ ഖണ്ഡിക്കുന്നവരുമാകണം. സ്തോത്രം. Defend the truth at any cost and refute the heretical teachings. ഇവിടെ അതാണ് അവർ ചെയ്തത്. മൂന്നാമത്തേത് നാം കണ്ടു, they did not deny the name of the Lord. കർത്താവിന്റെ നാമം അവർ നിഷേധിച്ചില്ല. കഷ്ടതകളുടെയും പ്രതികൂലങ്ങളുടെയും ഒക്കെ നടുവിലും അവർ കർത്താവിനെ തള്ളിപ്പറഞ്ഞില്ല. They did not despise the Lord, even in the midst of severe attacks from the enemy.
from within and from without. അകത്തും പുറത്തും നിന്നുള്ള ശത്രുവിന്റെ ആക്രമണത്തിന് ഇരയായിട്ടും ഫിലദൽഫിയ സഭ കർത്താവിന്റെ നാമത്തെ തള്ളിപ്പറഞ്ഞില്ല. സ്തോത്രം. എന്തു വന്നാലും കർത്താവിന്റെ നാമത്തെ നാം തള്ളിപ്പറയരുത്. We should not deny the name of the Lord. Our commitment to that name, our closeness, our loyalty, our obedience to that name should publicly be confessed whenever and wherever we get a chance. Even persecutions, even life threats, we should make use of those opportunities to testify to or to confess the name of the Lord. നമുക്കൊരു പക്ഷേ ജീവന്റെ വില പോലും, ജീവാപായം പോലും നമുക്ക് നേരിടേണ്ടി വരാം. നിലനിൽപ്പ്, ജീവന്റെ നിലനിൽപ്പിന് ഭീഷണി ഉണ്ടായേക്കാം. പക്ഷേ നാം അവിടെയും കർത്താവിന്റെ നാമത്തെ നിഷേധിക്കരുത്. സ്തോത്രം. പ്രൈസ് ഗാഡ്. യെസ്, ഐ ആം എ ക്രിസ്ത്യൻ. ഞാൻ ഒരു ക്രിസ്ത്യാനിയാണ് എന്ന് എവിടെയും ഏറ്റുപറയുവാൻ നമുക്ക് മടി ഉണ്ടാകരുത്. ഭയമോ ലജ്ജയോ നമ്മെ ഭരിക്കരുത്. Neither fear nor a feeling of shame should rule us when we get opportunity to confess the name of the Lord. സ്തോത്രം. മുൻപ് നാം അതേപ്പറ്റി കണ്ടിരുന്നു. പത്രോസ് അപ്പോസ്തലൻ പറയുന്ന കാര്യം ഒന്നും കൂടെ ഒന്ന് വായിച്ച് നമുക്കങ്ങ് വിടാം. വിശദീകരിക്കേണ്ടതില്ലല്ലോ. 1 പത്രോസ് 4-ാമത്തെ അധ്യായം അതിന്റെ 4-ാമത്തെ വാക്യം. 1 Peter 4:4. ദുർനടപ്പിന്റെ അതേ കവിച്ചിലിൽ നിങ്ങൾ അവരോട് ചേർന്ന് നടക്കാതിരിക്കുന്നത് അപൂർവം എന്ന് വെച്ച് ഞാൻ അവരെ ദുഷിക്കുന്നു. സോറി. നാം ജാതികളോട് ചേർന്ന് അവരുടെ രീതിയിൽ ജീവിക്കുന്നില്ല എന്ന് കാണുമ്പോൾ അവർ നമ്മെ ദുഷിക്കും. അവർ ദുഷിക്കുന്നു. അപ്പോൾ ഇത് സ്വാഭാവികമാണ്. ഈ ലോകത്തിൽ ജാതികൾ, മറ്റുള്ളവർ നമ്മെ ദുഷിക്കും. അതിനുള്ള ഒരു കാരണം നമ്മൾ അവരെ പോലെ പാപം ചെയ്യുന്നില്ല എന്നുള്ളതാണ്. When we live a life worthy of our Lord, when we live a life of holiness, when we will not indulge in sin, people will despise us.
There we should not disown the name of the Lord. There also we should confess. ഒത്തിരി കാര്യങ്ങൾ അതുമായിട്ട് ബന്ധപ്പെട്ടുണ്ട്. ഇനിയും വേഴ്സ് നമ്പർ 12, 12ാമത്തെ വാക്യം. പ്രിയമുള്ളവരെ, നിങ്ങൾക്ക് പരീക്ഷയ്ക്കായി സംഭവിച്ചിരിക്കുന്ന അഗ്നിശോധനയിങ്കൽ ഒരു അപൂർവ കാര്യം നിങ്ങൾക്ക് വന്നുകൂടി എന്ന് വെച്ച് അതിശയിച്ചു പോകരുത്. അങ്ങനെയുള്ള പ്രതികൂലങ്ങളുടെ നടുവിൽ നാം അതിശയിച്ചു പോകരുത്. 13ാം വാക്യത്തിൽ നമ്മൾ കാണുന്നു, അങ്ങനെ ക്രിസ്തുവിന്റെ കഷ്ടങ്ങൾക്ക് പങ്കുള്ളവരാകും തോറും നമ്മൾ റിജോയ്സ്, സന്തോഷിച്ചുകൊള്ളുവീൻ, സന്തോഷിച്ചുകൊള്ളുവീൻ. 12ാം വാക്യത്തിൽ വീണ്ടും നാം കാണുന്നു, നമുക്ക് കർത്താവിന്റെ തേജസ്സിന്റെ പ്രത്യക്ഷതയിൽ ഉല്ലസിച്ച് ആനന്ദിപ്പാൻ ഇടവരും. 14ാം വാക്യത്തിൽ നാം വായിക്കുന്നു, നാം നിന്ദകളോ ഉപദ്രവങ്ങളോ സഹിക്കുന്നെങ്കിൽ ഭാഗ്യവാന്മാർ. സ്തോത്രം. വീണ്ടും 16ാം വാക്യത്തിൽ വായിക്കുന്നു, ക്രിസ്ത്യാനിയായിട്ട് കഷ്ടം സഹിക്കേണ്ടി വന്നാൽ ലജ്ജിച്ചു പോകരുത്. പകരം എന്തു വേണം? ഈ നാമം ധരിച്ചിട്ട് നാം ദൈവത്തെ മഹത്വപ്പെടുത്തുകയത്രേ വേണ്ടത്. അപ്പോൾ ഇങ്ങനെയെല്ലാം ഉള്ള സാഹചര്യങ്ങൾ നമുക്ക് ഉപദ്രവങ്ങളായി, പീഡകളായി ഉണ്ടായാലും നാം കർത്താവിന്റെ നാമത്തെ തള്ളിപ്പറയരുത്, തള്ളിക്കളയരുത്, ഉപേക്ഷിക്കരുത്. നാം ആ സമയത്തും മുറുകെ പിടിച്ചുകൊള്ളണം കർത്താവിന്റെ നാമത്തെ. ക്രിസ്ത്യാനിയായിട്ട് കഷ്ടം സഹിക്കുന്നത് ലജ്ജാകരമാകരുത്. ഓർക്കുക, സുവിശേഷം നിമിത്തം നമ്മൾ അറസ്റ്റ് ചെയ്യപ്പെടുന്നു എന്ന്. Suppose we get arrested because of the gospel. Some people may accuse us, may file FIR against us. Maybe unbailable warrant be issued and we may be arrested. ജാമ്യമില്ലാത്ത രീതിയിൽ നമ്മളെ അകത്തിട്ടേക്കാം. പത്രക്കാരൊക്കെ വരുമ്പം നമ്മള് റൂമാലും കൊണ്ട് മുഖമൊന്നും മൂടണ്ട, തല കുനിച്ചൊന്നും ഇരിക്കണ്ട. വളരെ അഭിമാനത്തോടെ, വളരെ സന്തോഷത്തോടെ, സ്തോത്രം. വേണമെങ്കിൽ ആ സമയത്ത് പോലീസുകാരും പത്രക്കാരൊക്കെ പറയും തല കുനിഞ്ഞിരിക്കാൻ. നെവർ. കഴിഞ്ഞിടയ്ക്ക് നമ്മള് വായിച്ചായിരുന്നല്ലോ പത്രത്തിലൂടെ, കൊച്ചിയിലോ തൃശ്ശൂരോ മറ്റോ ബ്യൂട്ടി പാർലർ നടത്തി ഉപജീവനം കഴിച്ചുകൊണ്ടിരുന്ന ഒരു സ്ത്രീയെ മയക്കുമരുന്നിന്റെ കേസിൽ വ്യാജമായിട്ട് അറസ്റ്റ് ചെയ്ത കാര്യം. കുറെ നാൾ ജയിലിലും കിടന്നു ആ സ്ത്രീ. ഒടുവിൽ അത് കള്ളക്കേസായിരുന്നു എന്നുള്ള നിലയിൽ അവരെ വിട്ടയച്ചതൊക്കെ നമ്മൾ വായിച്ചതാണ് പത്രങ്ങളിൽ. ആ സമയത്ത് ഞാൻ വായിച്ച ഒരു കാര്യമാണ്, അങ്ങനെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയി പോലീസ് സ്റ്റേഷനിൽ അവരിങ്ങനെ ഇരിക്കുമ്പോൾ പത്രക്കാര്, പ്രസ് റിപ്പോർട്ടേഴ്സ് വന്നിട്ട് പറഞ്ഞു തല കുനിഞ്ഞിരിക്കാൻ.
നീ അങ്ങനെ ആയിരിക്കുന്നൊക്കെ വിചാരിച്ച് ഇവര് പോലീസ് സ്റ്റേഷനിൽ തല കുനിച്ചിങ്ങനെ ഇരുന്നു. ആ കുനിഞ്ഞിരുന്ന അവര് പറഞ്ഞത് കൊണ്ട് കുനിഞ്ഞിരുന്നതാ. ഫോട്ടോ ഒക്കെ എടുത്ത് ആ കുനിഞ്ഞിരുന്ന ലജ്ജയോടിരിക്കുന്ന ഫോട്ടോയൊക്കെ അവര് പേപ്പറുകളിൽ ഇട്ടെന്നൊക്കെ അവര് പുറത്തു വന്നു കഴിഞ്ഞ് പറയുന്നുണ്ട്. അപ്പോഴാണ് ഞാൻ അറിയുന്നത്, ഇനി നേരെ നിന്നാലും കുനിഞ്ഞിരിക്കടാന്നൊക്കെ പറഞ്ഞ് കുനിച്ചിരുത്തി മുഖം മറച്ചിരുത്തിയൊക്കെ ഫോട്ടോ എടുത്ത് കളയും. നമുക്കെങ്ങാനും സുവിശേഷ നിമിത്തം അറസ്റ്റ് ചെയ്ത് പോലീസ് സ്റ്റേഷനിലോ ജയിലിലോ പോകേണ്ട ഒരു അവസരം ദൈവം തന്നാൽ, ഞാനതിനെ വിളിക്കുന്നത് ഒരു ഭാഗ്യം ദൈവം തന്നാൽ, നാം ലജ്ജിക്കരുത് കേട്ടോ. സ്തോത്രം. അവിടെയൊന്നും കർത്താവിന്റെ നാമത്തെ തള്ളിപ്പറയരുത്. ചിലപ്പോൾ അവർ എഴുതി വെപ്പിക്കും, ഇനിമേലിൽ സുവിശേഷം അറിയിക്കത്തില്ല, ഇനിമേലിൽ ഇങ്ങനെയൊന്നും ചെയ്യത്തില്ല എന്നൊക്കെ. നോ. പത്രോസും യോഹന്നാനും പറഞ്ഞതുപോലെ ഒരു ചോദ്യം ചോദിക്കണം. ദൈവത്തെക്കാൾ മനുഷ്യനെ അനുസരിക്കുന്നത് ഉചിതമോ? ഇല്ല, ഒരിക്കലും ഇല്ല. അപ്പോൾ എന്ത് വില കൊടുക്കേണ്ടി വന്നാലും ഫിലദൽഫിയയിലെ സഭയെ പോലെ നാമും കർത്താവിന്റെ നാമത്തെ, സ്തോത്രം, നിഷേധിക്കരുത്. ആമേൻ. സ്തോത്രം. നെവർ. സ്തോത്രം. കർത്താവിന്റെ നാമത്തെ നിഷേധിക്കരുത്. ഇത്രയും കാര്യങ്ങൾ നമ്മൾ ചിന്തിച്ചിരുന്നു. സ്തോത്രം. ഇത്രയും കാര്യങ്ങളിൽ എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ചോദിച്ചാട്ടെ, ഇല്ലെങ്കിൽ നമുക്ക് നാലാമത്തേതിലേക്ക് പോകാം. ഒന്നുമില്ലെങ്കിൽ നാലാമത്തെ കാര്യം നാം കണ്ടത്, സ്തോത്രം, they kept the word of God regarding patience or endurance. സഹിഷ്ണുതയെ കുറിച്ചുള്ള ദൈവത്തിന്റെ വചനം അവർ കാത്തു. സഹിഷ്ണുതയെ കുറിച്ചുള്ള കർത്താവിന്റെ വചനം അവർ കാത്തു. 10ാമത്തെ വാക്യത്തിലാണ് നാം അത് കാണുന്നത്. സഹിഷ്ണുതയെ കുറിച്ചുള്ള എന്റെ വചനം നിങ്ങൾ കാത്തു എന്ന്. സഹിഷ്ണുത, പേഷ്യൻസ്, സ്തോത്രം, പേഷ്യൻസ്, എൻഡ്യൂറൻസ്. നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. സഹിഷ്ണുത എന്ന് പറയുന്നത് വേറെ ഒരു ഗത്യന്തരവും ഇല്ലാത്തത് കൊണ്ട് മൂളി ഞരങ്ങി കരഞ്ഞ് എന്ത് ചെയ്യാമെന്നും പറഞ്ഞ് സഹിക്കുന്ന ഒരു പരിപാടി അല്ല. പകരം ആ സാഹചര്യത്തെ സന്തോഷത്തോടുകൂടെ അഭിമുഖീകരിച്ച് ആ സാഹചര്യത്തെ അതിജീവിക്കുന്ന, ഓവർകം ചെയ്യുന്ന, അതിജീവിക്കുന്ന ഒരു അനുഭവമാണ്. ആ സാഹചര്യങ്ങളെ സന്തോഷത്തോടുകൂടെ നേരിടുകയും ആ സാഹചര്യത്തെ അതിജീവിക്കുകയും ചെയ്യുക. ഓവർകമ്മിങ് ദ സിറ്റുവേഷൻ ഓർ സിർക്കംസ്റ്റാൻസ്. സഹിഷ്ണുത, പേഷ്യൻസ് എന്നുള്ളത് വളരെ പ്രസക്തമായ സംഗതിയാണ്. ക്രിസ്തീയ ജീവിതത്തിലെ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. നമുക്കറിയാം, റോമർ 5:3 പൗലോസ് ആ കാര്യം പറയുന്നുണ്ട്. റോമൻസ് 5:3. അത് തന്നെ അല്ല, കഷ്ടത സഹിഷ്ണുത സിദ്ധത പ്രത്യാശയും ഉളവാക്കുന്നു എന്ന് അറിഞ്ഞ് നാം കഷ്ടങ്ങളിലും പ്രശംസിക്കുന്നു. സ്തോത്രം. പ്രൈസ് ഗാഡ്. കഷ്ടത
സഹിഷ്ണുതയെ ഉളവാക്കുന്നു. സഹിഷ്ണുത സിദ്ധതയെ ഉളവാക്കുന്നു. സിദ്ധത എന്ന് പറഞ്ഞാൽ ക്യാരക്ടർ, a Christ-like character. Afflictions or sufferings lead us to endurance or patience. Patiently enduring the sufferings will produce Christ-like character in us, a pure character, purity in our character. When we become purer and purer, that will produce hope. So, letting us through the suffering is a divine mode of producing patience in us. നാം രക്ഷിക്കപ്പെട്ട് കഴിയുമ്പോഴും ഒത്തിരി കീടങ്ങൾ, ഒത്തിരി അഴുക്കുകൾ ഉള്ളവരാണ് നാം. ഒത്തിരി അഴുക്കുകളുണ്ട്. നമുക്കറിയാം, ചിലയിടത്തു നിന്ന് പെട്രോൾ ഖനനം ചെയ്യുന്നു, ചിലയിടത്തു നിന്ന് സ്വർണ്ണ ഖനനം നടക്കുന്നു. പക്ഷേ ഭൂമിക്ക് അടിയിൽ നിന്ന് എടുക്കുന്ന പെട്രോൾ ആണെന്നും പറഞ്ഞ് അങ്ങനെ നമ്മൾ വണ്ടിക്കകത്ത് ഒഴിച്ചാൽ ഓടുമോ വണ്ടി? ഇല്ലല്ലോ. ഇറ്റ് ഹാസ് ടു ഗോ ത്രൂ എ പ്യൂരിഫിക്കേഷൻ പ്രോസസ്. ആ പ്യൂരിഫിക്കേഷൻ പ്രോസസ്സിന് കൊടുത്തിരിക്കുന്ന പേരാണ് ഇവിടെ മലയാളത്തിൽ സിദ്ധത അഥവാ ക്യാരക്ടർ എന്നുള്ളത്. ആ ക്യാരക്ടർ ഫോർമേഷൻ, ആ ശുദ്ധത നമ്മിൽ വരുന്നത് എങ്ങനെയാണ്? സഹിഷ്ണുതയിലൂടെയാ. കഷ്ടങ്ങൾ നാം സഹിക്കുമ്പോഴാ. സ്തോത്രം. ആ സഹിഷ്ണുത നമ്മിൽ വീണ്ടും ഉണ്ടാക്കേണ്ടതിന്, സ്തോത്രം, ദൈവം നമ്മുടെ ജീവിതത്തിൽ കഷ്ടതകളെ അനുവദിക്കും. അനുവദിക്കുമ്പോൾ നാം സന്തോഷത്തോടെ ആ കഷ്ടതകളെ സഹിച്ചുകൊണ്ടേയിരിക്കണം. അങ്ങനെ സഹിഷ്ണുത നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ അത് നമ്മെ എന്ത് ചെയ്യും? ഡോക്കിമി, DOKIME, ഡോക്കിമി, ക്യാരക്ടർ ഫോർമേഷൻ നമ്മൾ നടത്തും. ഡോക്കിമി ഈസ് ദ വെരി വേർഡ് വിത്ത് വിച്ച് a metal purification process is pointed out. സ്തോത്രം. കഷ്ടത, സഹിഷ്ണുത, സിദ്ധത. കഷ്ടത, ക്ലിപ്സിസ്, നമ്മൾ നേരത്തെ പഠിച്ചതാ. രണ്ട് കാര്യങ്ങളുടെ ഇടയിൽ, രണ്ട് വസ്തുക്കളുടെ ഇടയിൽ ഞെരിഞ്ഞമരുന്ന അനുഭവത്തിന് പറയുന്ന പേരാണ് ക്ലിപ്സിസ്. സഫറിങ്, അഫ്ലിക്ഷൻ. നമ്മൾ അന്ന് പഠിച്ചതാ ചപ്പാത്തി പരത്തുന്ന കാര്യമൊക്കെ ഓർമ്മ കാണും. സ്തോത്രം. മറ്റൊന്നാണ് ഹീപ്പോമനി. അതാണ് സഹിഷ്ണുത അഥവാ എൻഡ്യൂറൻസ് എന്നുള്ളത്. നമ്മൾ പഠിച്ചതായതുകൊണ്ടാ ഞാൻ ജസ്റ്റ് പറഞ്ഞു മാത്രം വിടുന്നത്. അങ്ങനെ സഹിഷ്ണുത നമ്മൾ ഉണ്ടാകുമ്പോഴാണ് അടുത്തതുണ്ടാകുന്നത് എന്ത്? സിദ്ധത അല്ലെങ്കിൽ ക്യാരക്ടർ, ഡോക്കിമി.
മെറ്റൽ പ്യൂരിഫിക്കേഷന് വേണ്ടിയിട്ടുള്ള ഒരു പദമാണ്. സ്വർണം, വെള്ളി, അത് ഏത് മെറ്റലും. ഇനി അതും വേണ്ട, നമ്മുടെ വീട്ടിൽ ഇപ്പോഴൊക്കെ ആണെങ്കിൽ നമുക്ക് ഫ്രിഡ്ജും കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് നല്ല പാല് മേടിച്ച് തിളപ്പിച്ച് ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ നല്ല കട്ടിക്ക് അതിന്റെ പാട മുകളിൽ കിടക്കും. ആ പാട എടുത്ത് ശേഖരിച്ച് ഫ്രിഡ്ജിൽ വെച്ചിരുന്ന് കുറച്ച് ദിവസം കഴിയുമ്പം ചീനിച്ചട്ടിക്കകത്ത് അതൊന്ന് ഉരുക്കിയെടുത്താൽ, മെൽറ്റ് ചെയ്തെടുത്താൽ നമുക്ക് നല്ല പ്യുവർ ഘീ, നല്ല നെയ്യ് കിട്ടും. ഞങ്ങളൊക്കെ ഇവിടെ അങ്ങനെയാ നെയ്യ് ഉണ്ടാക്കുന്നത്. ഒഴിക്കാനും മത്ത് കൊണ്ട് അതിന്റെ വെണ്ണ എടുക്കാനൊന്നും പോകുന്നില്ല. ഇനി വെണ്ണ ബട്ടറായിട്ട് എടുത്താലും അതിൽ നിന്ന് ബട്ടർ മാറ്റിയാലും, എനിക്ക് ഓർമ്മയുണ്ട്, എൻ്റെ ചെറുപ്പത്തിലൊക്കെ വീട്ടിൽ പശുവിനെയൊക്കെ വളർത്തുമ്പോൾ വല്യമ്മച്ചി അമ്മച്ചിയൊക്കെ ചെയ്തുകൊണ്ടിരുന്നത്, പാലൊക്കെ ഇങ്ങനെ ഒഴിച്ചിട്ട് ഞങ്ങളെ കൊണ്ട് ഇങ്ങനെ തിരുമിക്കും മത്തിട്ട്. കുറെ കഴിയുമ്പം അത് പ്ലാവിന്റെ ഇല കൊണ്ട് കോരിയെടുത്ത് വെള്ളത്തിനകത്തൊക്കെ ഇട്ട് ഒരു പല വെള്ളം മാറി മാറി അതിനെ പ്യൂരിഫൈ ചെയ്യുക. ഏറ്റവും ഒടുവിൽ ഇതെടുത്ത് ചീനിച്ചട്ടിക്കകത്തിടും. അതിനിപ്പം പാട നമ്മൾ ഇട്ടാലും ശരി, ഇനി ബട്ടറായിട്ട് ഇട്ടാലും ശരി, നമുക്കറിയാം അത് മെൽറ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കിനും അതിനകത്ത് കുറെ അഴുക്ക്, കുറച്ച് സോളിഡ് ആയിട്ടുള്ള സംഗതി, കുറച്ച് ഖരമായ സംഗതി മാറും. അപ്പൊ ഇനിയിപ്പോ ഈ ഡോക്കിമി എന്ന് പറഞ്ഞാൽ മെറ്റൽ പ്യൂരിഫിക്കേഷൻ നമുക്ക് വലിയ അറിവില്ലെങ്കിലും ഇത് നമുക്കറിവുള്ളതാണ്. ഈ വെണ്ണയിൽ നിന്ന് അത് ഉരുക്കി നെയ്യ് മാറ്റുന്നത് പോലെ കഷ്ടതകളിലൂടെ നമ്മളെ കർത്താവ് ഉരുക്കിയെടുത്തിട്ട് എന്തുണ്ടാക്കുന്നു? ക്യാരക്ടർ പ്യൂരിഫിക്കേഷൻ, പോർജിങ് അവർ ലൈഫ്, നമ്മുടെ ജീവിതത്തെ ശുദ്ധി ചെയ്തെടുക്കും. ആ ശുദ്ധീകരണത്തിന് ആവശ്യമാണ് പേഷ്യൻസ്, സഹിഷ്ണുത. അതിൽ വെച്ച് തകർന്നു പോയാൽ ആള് പോയി. എന്നാൽ അത് ആ ഒരു തീയിലൂടെ പോകുന്ന, ചീനിച്ചട്ടിയിൽ തിളപ്പിക്കുന്ന ആ അവസ്ഥ സന്തോഷത്തോടെ സഹിച്ചാൽ, അപ്പോസ്തലൻ പറയുന്നത് പോലെ പൊന്നുപോലെ നമ്മൾ പുറത്തു വരും. ഫിലദൽഫിയ സഭയ്ക്ക് ഇതുപോലെയുള്ള കഷ്ടതകൾ ഉണ്ടായിരുന്നെങ്കിലും അവൾ എന്ത് ചെയ്തില്ല? സഹിഷ്ണുതയുടെ വചനം ഉപേക്ഷിച്ചില്ല. The church at Philadelphia kept the word of endurance. That means she was joyfully going through the afflictions, and she was joyfully enduring those sufferings, and she came out purged. She came out rectified. She came out just blazing. സ്തോത്രം. അതാണ് ഇവിടെ പറയുന്നത്. കഷ്ടതകളുടെ നടുവിലും നീ ഉള്ളവളായിരുന്നു എന്നർത്ഥമാണ്. സ്തോത്രം. യേശു കർത്താവ് സഭയോട് പറയുന്നത്, നീ സഹിഷ്ണുതയെക്കുറിച്ചുള്ള എൻ്റെ വചനം കാത്തുകൊണ്ടിരുന്നു. യു കെപ്റ്റ് ദ വേർഡ് റിഗാർഡിംഗ് പേഷ്യൻസ്. പ്രൈസ് ഗാഡ്. എൻഡ്യൂറൻസ്, കണ്ടിന്യൂറ്റി, കൺസിസ്റ്റൻസി എന്നൊക്കെ അതിനെ വിളിക്കാം. അതേ വാക്ക് തന്നെയാണ് നാം എബ്രായർ 12:1-2 കാണുന്നത്. സ്തോത്രം. നമ്മുടെ മുൻപിൽ വെച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടെ ഓടുക. അവിടെ സ്ഥിരത എന്നാണ് ഈ ഹ്യൂപ്പമോനി എന്ന വാക്കിന്റെ അർത്ഥം. സ്തോത്രം.
അപ്പൊ നാമും സഹിഷ്ണുത, കഷ്ടത സഹിക്കുന്നവരായിട്ട് തീരുകയാണ്. അതിനെപ്പറ്റി പല കാര്യങ്ങൾ നമ്മൾ നേരത്തെ പഠിച്ചതുകൊണ്ട് ഇത്രയും പറഞ്ഞു വിടുന്നു. ഇത്രയും കാര്യങ്ങളിൽ മറ്റെന്തെങ്കിലും വിശദീകരണം ആവശ്യമെങ്കിൽ ചോദിച്ചാട്ടെ. ഒന്നുമില്ല എങ്കിൽ അഞ്ചാമത്തെ കാര്യം, നാം 10-11 വാക്യങ്ങൾ കാണുന്നു. നിന്റെ കിരീടം ആരും എടുക്കാതിരിപ്പാൻ നിനക്കുള്ളത് സൂക്ഷിച്ചു കൊള്ളുക. ഹോൾഡ് ഓൺ ടു വാട്ട് യു ഹാവ്, ലെസ് യുവർ ക്രൗൺ ബി ടേക്കൺ അവേ. നിന്റെ കിരീടം ആരും എടുക്കാതിരിപ്പാൻ നിനക്കുള്ളത് മുറുകെ പിടിച്ചുകൊള്ളുക, നഷ്ടപ്പെടാതെ സൂക്ഷിക്കുക. നമ്മുടെ ജീവിതയാത്രയിൽ ദൈവം നമുക്ക് ചിലതൊക്കെ ഏൽപ്പിച്ചിട്ടുണ്ട്. അത് കേവലം താലന്തുകൾ, കഴിവുകൾ എന്ന് മാത്രം ചിന്തിക്കരുത്. They are not merely some talents we have to keep on. But here it is more of spiritual virtues, Christian virtues and spiritual values. നഷ്ടപ്പെടാതെ നാം സൂക്ഷിക്കേണ്ടത് ദൈവം നമുക്ക് നൽകിയിട്ടുള്ളത്. സ്തോത്രം. പൗലോസ് തന്റെ ജീവിത അവസാനവുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ അത് വ്യക്തമാണ്. I have fought a good fight. I have finished my race and kept the faith. അതുമായി ബന്ധപ്പെട്ട് ഇവിടെ നമുക്ക് പറയാൻ പറ്റും, എന്താണ് നീ മുറുകെ പിടിച്ചുകൊള്ളേണ്ടത്, എന്തായിരുന്നു ഫിലദൽഫിയ സഭയ്ക്ക് ഉണ്ടായിരുന്ന അസറ്റ് എന്ന് പറയുന്നത്? അവരുടെ ഫെയ്ത്ത്, വിശ്വാസം, the saving faith, the rewarding faith, not just a miracle faith. ഇപ്പൊ കൺവെൻഷനുകളിലേക്ക് സീസൺ ആയതുകൊണ്ട് ഞാൻ ഇന്ന് ഉച്ച കഴിഞ്ഞിട്ട്, ഞങ്ങൾക്ക് രാവിലെ ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു. രാവിലത്തെ മീറ്റിംഗ് കഴിഞ്ഞ്, ഞങ്ങളുടെ ചർച്ചിന്റെ ഒരു മീറ്റിംഗ് കഴിഞ്ഞിട്ട് ഇങ്ങനെ ലൈവ് കൺവെൻഷൻ നോക്കിയപ്പം പലത് കിടപ്പുണ്ട്. ഞാൻ തപ്പിയത് കിട്ടിയില്ല. വേറെ ഒരു ലൈവ് 21 days ഫാസ്റ്റിംഗ് പ്രെയർ ലൈവ് എന്നും പറഞ്ഞ് 2 മണി കഴിഞ്ഞിടക്കെയാണ്. ഞാൻ വിചാരിച്ചു ഫാസ്റ്റിംഗ് പ്രെയർ ആയതുകൊണ്ടായിരിക്കും ഈ സമയത്ത് മീറ്റിംഗ് നടക്കുന്നത്. അതിലെടുത്ത് നോക്കി, എനിക്ക് പരിചയമില്ലാത്ത ഏതോ ഒരു പ്രസംഗകന് പ്രസംഗിക്കുന്നു. അതിൽ പറഞ്ഞ ഒരു കാര്യം, നിങ്ങൾ വാഷിംഗ് മെഷീൻ എന്ന് കേട്ടിട്ടുണ്ടല്ലോ. ജനമൊക്കെ പറഞ്ഞുകൊണ്ട് വാഷിംഗ് മെഷീൻ എന്ന് കേട്ടിട്ടുണ്ടല്ലോ എന്ന് ചോദിച്ചപ്പോഴും ജനം ഇരുന്നങ്ങ് തുള്ളുക. ആത്മാവ് ഏതാണെന്ന് എനിക്ക് സംശയമുണ്ട്. അത് കഴിഞ്ഞപ്പോ പറഞ്ഞു, അതുപോലെ നിങ്ങളെയും ഒരു മെഷീൻ ആക്കാൻ പോവാ ദൈവം. വാഷിംഗ് മെഷീൻ പോലെ ഒരു മെഷീൻ ആക്കാൻ പോവാ നിങ്ങളെ. ഞാനും ഇങ്ങനെ, നിങ്ങൾ പലരിക്കുന്ന പോലെ ഞാൻ സൂക്ഷിച്ചിങ്ങനെ ഇരുന്നു, എന്താണെന്ന്. അപ്പൊ പറഞ്ഞു, വാഷിംഗ് മെഷീൻ അല്ല, നിങ്ങളെ ആക്കാൻ പോകുന്നത് മിറാക്കിൾ മെഷീൻ ആക്കാൻ പോവാണ്. മിറാക്കിൾ മെഷീൻ. അയ്യോ, ജനമൊക്കെ ഇരുന്നിടത്തു നിന്ന് എഴുന്നേറ്റ് നിന്ന് തുള്ളാൻ തുടങ്ങി. വിശ്വസിക്കുന്നവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ തിരിഞ്ഞിട്ട് നിങ്ങൾ അടുത്ത് നിൽക്കുന്നവരോടങ്ങ് പ്രവചിക്കാൻ പറഞ്ഞു.
2-3 പേരോടെങ്കിലും അങ്ങ് പ്രവചിക്കാൻ. നിന്നെ ദൈവം മിറക്കിൾ മെഷീനാക്കാൻ പോവാണ്, അത്ഭുത യന്ത്രമാക്കാൻ പോവുകയാണ്. പ്രിയരെ, ആ വിശ്വാസം അല്ല ഇവിടെ പറയുന്ന വിശ്വാസം. ഇവിടെ പറയുന്ന വിശ്വാസം നമ്മെ രക്ഷയ്ക്ക് പ്രാപ്തരാക്കുന്ന വിശ്വാസമാണ്. It's not a miracle working faith. A person may have that faith that works miracles, that performs miracles, whether in own life or in others' life. ഒരു വ്യക്തിക്ക് സ്വന്തം ജീവിതത്തിലോ മറ്റുള്ളവരുടെ ജീവിതത്തിലോ അത്ഭുതം ചെയ്യാൻ പര്യാപ്തമായ വിശ്വാസം ഉണ്ടെന്നിരിക്കും. പക്ഷെ ആ വിശ്വാസം കൊണ്ട് നിത്യതയിലേക്ക് പ്രവേശനമില്ല. സ്തോത്രം. അതിന് ഏത് വിശ്വാസം തന്നെ വേണം? സേവിങ് ഫെയ്ത്ത്, നമ്മെ രക്ഷിക്കുന്ന വിശ്വാസം തന്നെ വേണം. സ്തോത്രം. അപ്പോൾ ഇവിടെ നമ്മെ രക്ഷിക്കുന്ന വിശ്വാസം, മറ്റൊന്ന് നമ്മെ ശുദ്ധീകരിക്കുന്ന വിശ്വാസം. A purging faith, a saving faith and a purging faith. If we believe that Jesus Christ died for us, he was resurrected, he was ascended into the heavens, and if we believe that he will come again and take us with him, that faith will keep us purging and purging to its climax, sanctification. Possible for a man living in the physical body. യേശുക്രിസ്തുവിന്റെ ആളത്വത്തിലും യേശുക്രിസ്തു ക്രൂശിൽ നിവർത്തിച്ച വീണ്ടെടുപ്പിന്റെ രക്ഷണ്യ പ്രവൃത്തിയിലും ഇനിയും താമസം വിനാ യേശുക്രിസ്തുവിന്റെ മടങ്ങി വരവിലും ഞാനും നിങ്ങളും വിശ്വസിക്കുന്നെങ്കിൽ ആ വിശ്വാസം നമ്മെ ശുദ്ധി ചെയ്തുകൊണ്ടേയിരിക്കും. വിശുദ്ധീകരിക്കുന്ന വിശ്വാസമെന്ന് ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത്. അത് വിശ്വാസമായി തന്നെ ഇരിക്കില്ല. That faith grows to become a living hope. ആ വിശ്വാസം വിശ്വാസമായി തന്നെ ഇരിക്കുന്നില്ല, അത് ജീവനുള്ള പ്രത്യാശയായി നമ്മിൽ വളരും. ആ പ്രത്യാശ നമ്മെ വിശുദ്ധീകരണത്തിലേക്ക് നടത്തും. 1 John 3 verses 2 and 3 നമുക്കറിയാവുന്ന വാക്യമാണ്. 1 യോഹന്നാൻ 3-ാം അധ്യായത്തിന്റെ 2-3 വാക്യങ്ങളിൽ യോഹന്നാൻ അപ്പോസ്തലൻ അക്കാര്യമാണ് പറയുന്നത്. എന്നിട്ട് 3-ാം വാക്യത്തിൽ പറയുന്നു, അവനിൽ ഈ പ്രത്യാശയുള്ളവനെല്ലാം താൻ നിർമ്മലനായിരിക്കുന്നത് പോലെ തന്നെ താൻ നിർമ്മലീകരിക്കുന്നു. അതെ, ആ വിശ്വാസം നമ്മെ രക്ഷിക്കുന്ന, പ്രത്യാശയിലേക്ക് വളരുന്ന, നമ്മെ വിശുദ്ധീകരണത്തിലേക്ക് നയിക്കുന്ന ആ വിശ്വാസം നാം എന്ത് ചെയ്യണം? കാത്തുകൊള്ളണം, മുറുകെ പിടിച്ചുകൊള്ളണം. അത് വഴിയിൽ എങ്ങും നഷ്ടപ്പെട്ടു പോകരുത്, നഷ്ടപ്പെട്ടു പോകരുത്. കഴിഞ്ഞ ഒരു ദിവസം ഞാന് അതിഥിയായിട്ട് താമസിച്ചു കൊണ്ടിരുന്ന ഒരു വീട്, കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ നടത്തിയ പല യാത്രകളിൽ ഒരു യാത്രയിൽ വെച്ച് അതിഥിയായിട്ട് ഞാൻ
താമസിച്ച ഒരു വീട്. അവിടെ വീട്ടിൽ വന്ന് കച്ചട എടുത്തുകൊണ്ട് പോകത്തില്ല. ആ സൊസൈറ്റിയിൽ ഒരു കച്ചടയുടെ ഡിബ്ബ വെച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ സൊസൈറ്റിക്ക് പുറത്ത് ഇറങ്ങിയാൽ മുനിസിപ്പാലിറ്റിയുടെ ഒരു ഡിബ്ബ ഇരിപ്പുണ്ട്. ഇവിടെ എവിടെങ്കിലും വീട്ടുകാര് കച്ചട കൊണ്ടിട്ടാൽ മതി. ഞാൻ താമസിച്ചു കൊണ്ടിരുന്ന വീട്ടുകാരൻ ഞങ്ങൾ ഒരുമിച്ച് യോഗത്തിന് പോവുക. യോഗത്തിന് പോകാൻ നേരം വീട്ടിൽ അദ്ദേഹത്തിന്റെ ഒരു പ്ലാസ്റ്റിക് കവറിന് അതിൽ കെട്ടി കുറച്ച് കച്ചട അതും കൂടെ എടുത്തോണ്ടാണ് ഞങ്ങൾ ഇറങ്ങിയത്. നടന്നു പോകാൻ ദൂരമേ ഉള്ളൂ ചർച്ചിലേക്ക്, മീറ്റിംഗ് സ്ഥലത്തേക്ക് ഒരു 2 മിനിറ്റ് നടക്കാനേ ഉള്ളൂ. ഞങ്ങളിങ്ങനെ നടന്ന് കുറെ അങ്ങ് ചർച്ച എത്താറായപ്പോഴാണ് കൂടെ വന്ന ആളിന് മനസ്സിലായത് ഈ കച്ചടയും കളയാതെ കൊണ്ടിങ്ങനെ പോവുക. ഒരു കയ്യിൽ ബൈബിളുള്ള ബാഗുണ്ട്, മറ്റേ കയ്യിൽ കച്ചടയുടെ ബാഗുണ്ട്. ഇത് രണ്ടും പിടിച്ചുകൊണ്ടെങ്കിൽ ചർച്ച മീറ്റിങ്ങിന്റെ സ്ഥലം അടുക്കാറായപ്പോഴാണ് ഓർമ്മ വന്നത്, അയ്യോ കച്ചട കളഞ്ഞില്ലല്ലോ. പിന്നെ തിരിച്ചു വന്ന് കച്ചട കളഞ്ഞു. അദ്ദേഹം അന്നേരം എന്നോട് പറഞ്ഞു, കഴിഞ്ഞൊരു ദിവസം ഇതുപോലെ ഒരു ബാഗും കച്ചടയുടെ ഒരു പ്ലാസ്റ്റിക് സഞ്ചിയും എടുത്തോണ്ട് ഇങ്ങനെ പോയ വഴി ഇങ്ങനെ എന്തോ ചിന്തിച്ചൊക്കെ പോയതാ. കച്ചടയ്ക്ക് പകരം കയ്യിലിരുന്ന ബാഗ് എടുത്ത് കച്ചടപ്പെട്ടക്കകത്തിട്ടത്. കളയേണ്ടത് കയ്യിൽ വെച്ചു, കയ്യിൽ സൂക്ഷിക്കേണ്ടത് കച്ചട ഡിബ്ബയിൽ വിട്ടു, വേസ്റ്റ് ഡിബ്ബയിൽ വിട്ടു. നമുക്കിത് ആത്മീയ ജീവിതത്തിൽ സംഭവിക്കരുത്. അബദ്ധത്തിൽ പോലും സംഭവിക്കരുത്. അദ്ദേഹം അറിഞ്ഞുകൊണ്ടിട്ടതല്ല, അബദ്ധത്തിൽ സംഭവിച്ചതാ. ഇതുപോലെ നമ്മുടെ ജീവിതത്തിൽ അബദ്ധത്തിൽ പോലും ഇത് സംഭവിക്കാതിരിക്കാൻ നാം സൂക്ഷിച്ചു കൊള്ളണം. സൂക്ഷിക്കേണ്ടത് സൂക്ഷിക്കുകയും ഉപേക്ഷിക്കേണ്ടത് ഉപേക്ഷിക്കുകയും ചെയ്യുക. തിരിച്ചാകരുത്. ഇവിടെ ഫിലദൽഫിയയിലെ സഭയ്ക്ക് സൂക്ഷിച്ചു വയ്ക്കുവാൻ ചിലത് ഉണ്ടായിരുന്നു. ഫിലദൽഫിയ സഭയുടെ പശ്ചാത്തലത്തിൽ നിന്ന് പറഞ്ഞാൽ എന്തായിരുന്നു അവർക്ക് സൂക്ഷിച്ചു വെക്കാൻ ഉണ്ടായിരുന്നത്? ദൈവ അംഗീകാരം ഉള്ള ഒരു ജീവിതം. പൊതുവായിട്ടുള്ളതാണ് നമ്മൾ പറഞ്ഞത് ഫെയ്ത്ത്, വിശ്വാസം. ഇനി ടു ബി സ്പെസിഫിക് വിത്ത് ദിസ് ചർച്ച്, ഈ സഭയോടുള്ള ബന്ധത്തിൽ നാം പറഞ്ഞാൽ a life that is worthy of God, a life worthy of God. ദൈവത്തിന് യോഗ്യമായ ഒരു ജീവിതം അവർക്കുണ്ടായിരുന്നു. അതുകൊണ്ടാണ് നിന്റെ പ്രവൃത്തി ഞാൻ അറിയുന്നെന്ന് പറഞ്ഞത്. They had something to hold on in the form of obedience to the word. ദൈവവചനത്തോടുള്ള അനുസരണം, ആ സ്വഭാവം അവർ മുറുകെ പിടിക്കേണ്ടതായിരുന്നു. സ്തോത്രം. മൂന്നാമത് കൺഫഷൻ. their confession, അവരുടെ ഏറ്റുപറച്ചിൽ, അവരുടെ വിശ്വാസം, കർത്താവിനെ കുറിച്ചുള്ള ഏറ്റുപറച്ചിൽ, കർത്താവിനെ തള്ളിപ്പറയാതിരിക്കുന്ന അനുഭവം അവർ മുറുകെ പിടിക്കേണ്ടിയിരുന്നു. എൻഡ്യൂറൻസ്, സഹിഷ്ണുത അവര് നഷ്ടപ്പെടാതെ മുറുകെ പിടിക്കേണ്ടിയിരുന്നു. സ്തോത്രം. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവര് നഷ്ടപ്പെടാതെ സൂക്ഷിക്കേണ്ടതായിരുന്നു.
then their testimony, a testimony that they had nothing to repent of. മാനസാന്തരപ്പെടാനായിട്ട് ഒന്നുമില്ലാതിരിക്കുന്ന അത്ര ശ്രേഷ്ഠകരമായ ഒരു സാക്ഷ്യം അവർക്കുണ്ടായിരുന്നു. ആ സാക്ഷ്യവും നഷ്ടപ്പെടാതെ അവര് സൂക്ഷിക്കണമായിരുന്നു. സ്തോത്രം. പ്രൈസ് ഗാഡ്. അങ്ങനെയായാൽ, ഇതൊന്നും നഷ്ടപ്പെടാതെ സൂക്ഷിച്ചാൽ അവർക്ക് നിത്യതയിൽ എന്ത് ലഭിക്കുമെന്നും കൂടെ കർത്താവ് പറഞ്ഞു. ക്രൗൺസ്, കിരീടം. കിരീടം. നിന്റെ കിരീടം ആരും എടുക്കാതിരിപ്പാൻ. അപ്പം സ്വർഗത്തിലും ഈ അടിച്ചുമാറ്റം നടക്കുക. ഇവിടെ അടിച്ചുമാറ്റം നടക്കും, സ്വർഗത്തിലും നടക്കുമല്ലേ. സ്തോത്രം. നമ്മൾ കേട്ടിട്ടുണ്ടായിരിക്കും ഒരു അനുഭവ കഥ. ഞാൻ പേരും സമയവും ഒക്കെ മറന്നുപോയി, പക്ഷെ കഥ ഓർമ്മയുണ്ട്. കഥ എന്ന് പറഞ്ഞാൽ അനുഭവം ഓർമ്മയുണ്ട്. അതിശൈത്യമുള്ള, ഒത്തിരി തണുപ്പുള്ള ഏതോ ഒരു കമ്മ്യൂണിസ്റ്റ് രാജ്യത്ത് ഏതാണ്ട് 12ഓളം ക്രിസ്ത്യാനികളെ മരണശിക്ഷയ്ക്ക് വിധിച്ചു. സ്ഥലവും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടെങ്കിൽ പറയാം. എന്നാൽ അവിടുത്തെ ഭരണാധികാരികൾ ഇവരെ വെറുതെ കൊല്ലാൻ ഉദ്ദേശിച്ചില്ല. ഇവരെ പീഡിപ്പിച്ച് യേശുവിനെ തള്ളിപ്പറയാൻ വേണ്ടിയിട്ട് ഇവരെ പ്രേരിപ്പിക്കാൻ ശ്രമിച്ചത്. അതുകൊണ്ട് അതിശൈത്യമുള്ള സമയത്ത് കഴുത്തുവരെ വെള്ളം ഉള്ള ഒരു സ്ഥലത്ത് ഇറക്കി നിർത്തി. ചിൽഡായിട്ടുള്ള വെള്ളമാ, ഒത്തിരി തണുത്ത ഐസിന് തുല്യമായ വെള്ളം. നിങ്ങൾക്ക് എപ്പോഴെങ്കിലും പൂർണ്ണ ശരീരമൊക്കെ നഗ്നരാക്കി അവരെ നേക്കഡാക്കിയിട്ട് ഈ വെള്ളത്തിൽ ഇറക്കി നിർത്തി. ഒറ്റയടിക്ക് മരിക്കത്തില്ലല്ലോ. നിങ്ങൾക്ക് എപ്പോഴെങ്കിലും യേശുവിനെ തള്ളിപ്പറയണമെന്നും ജീവിക്കണമെന്നും ആഗ്രഹമുണ്ടെങ്കിൽ ഈ കയറി പോരുന്നാ മതി. യേശുവിനെ തള്ളിപ്പറഞ്ഞിട്ട് ഈ പോരുന്നാ മതി. നിങ്ങൾക്ക് ഇവിടെ തീയൊക്കെ ഒരുക്കി വെച്ചിട്ടുണ്ട്. തീയൊക്കെ കാഞ്ഞ് നിങ്ങൾക്ക് ജീവിതത്തിലേക്ക് മടങ്ങി വരാം. അല്ല, ഓടിപ്പോകാനുള്ള ശ്രമിച്ചാൽ വെടിവെക്കാൻ പട്ടാളക്കാരെയുമാക്കി. അങ്ങനെ ഇരിക്കുമ്പോൾ മണിക്കൂറുകൾ നീണ്ടു. അപ്പോൾ കരയിൽ നിൽക്കുന്ന പട്ടാളക്കാർ ഇവര് മരിക്കാറായ സമയം വീണ്ടും ഇവരെ ഇങ്ങനെ ഉത്സാഹിപ്പിക്കുക. യേശുവിനെ തള്ളിപ്പറ, നിങ്ങൾ മരിക്കാതെ കയറി വാ, ഇവിടെ തീയുണ്ട്, നിങ്ങൾക്ക് തീ കാഞ്ഞ് ജീവനിലേക്ക് മടങ്ങി വരാം. എന്നാൽ ഇവരെ മരിക്കാറാ സമയത്തും കുഴഞ്ഞു വീഴുന്ന സമയത്തും യേശുവിനെ തള്ളിപ്പറയാതെ യേശുവിലെ വിശ്വാസം ഏറ്റുപറഞ്ഞുകൊണ്ട് നിൽക്കുക. അപ്പോഴാണ് അതിൽ ഒരാൾ സഹിക്കവയ്യാതെ പറഞ്ഞു, ഇനി എനിക്ക് വയ്യ, ഞാൻ യേശുവിനെ തള്ളിപ്പറയുന്നു. അയാളെ വേഗം തന്നെ വെള്ളത്തിൽ നിന്ന് കയറ്റി വസ്ത്രമൊക്കെ ധരിപ്പിച്ച് തീയിലടുക്കൽ കൊണ്ടിരുത്തി. അപ്പോഴാണ് ആ പട്ടാളക്കാരിൽ ഒരുത്തൻ ഒരു കാഴ്ച കാണുന്നത്. ഉയരത്തിൽ നിന്ന് 20 ഇവരെത്ര പേരായിരുന്നു അത്രയും കിരീടങ്ങൾ ഇങ്ങനെ ഇറങ്ങി വരുന്നു. 40 പേര് സെബാസ്റ്റ്യോ എന്ന സ്ഥലത്താണ്. ഓക്കെ, അർമീനിയയില് സെബാസ്റ്റോ AD 400. താങ്ക് യു.
സ്തോത്രം. അപ്പം ഇത്രയും പേരുടെ തലയിലേക്ക് ഈ കിരീടങ്ങൾ ഇറങ്ങി വരുന്നു. എന്നാൽ ഈ യേശുവിനെ തള്ളിപ്പറഞ്ഞ് ജീവിതത്തിലേക്ക് മടങ്ങി വന്ന ഇയാളുടെ ആ കിരീടം തിരികെ മുകളിലേക്ക് കയറി പോകുന്ന ഒരു കാഴ്ച കണ്ണും തുറന്ന് കാവൽ കാത്തുകൊണ്ട് നിന്ന പട്ടാളക്കാരൻ കണ്ടു. ഇത് കണ്ടപ്പോഴേക്കും ഇയാളെ വലിച്ച് കരയ്ക്ക് കയറ്റി. പക്ഷെ ആ പട്ടാളക്കാരൻ തന്റെ വസ്ത്രമെല്ലാം ഉരിഞ്ഞിട്ട് വോളണ്ടിയർലി അയാൾ അവിടേക്ക് ഇറങ്ങിപ്പോയി. പറഞ്ഞു, ഇത്ര മനോഹരമായ, ഇത്ര ശ്രേഷ്ഠമായ കിരീടം, ഈ ഒരു പദവി, അയ്യോ അതെനിക്ക് വേണം, ഈ ജീവിതം പോയാലും സാരമില്ലെന്നും പറഞ്ഞ് ഇറങ്ങിച്ചെന്നു. നമ്മളിപ്പോൾ ചിന്തിക്കുന്ന ഈ വാക്യവുമായിട്ട് അതിനെ തട്ടിച്ചു നോക്കിക്കേ. നിന്റെ കിരീടം ആരും എടുക്കാതിരിപ്പാൻ നീ സൂക്ഷിച്ചു കൊള്ളുക. സ്തോത്രം. ഞാനും നിങ്ങളും കർത്താവിന് വേണ്ടി ഇന്ന് നിലനിൽക്കുന്നെങ്കിൽ, കഷ്ടതകൾ സഹിക്കുന്നെങ്കിൽ അതിനൊരു പ്രതിഫലമുണ്ട്. അതിനെ ഈ വാക്യത്തിന്റെ അടിസ്ഥാനത്തിൽ കിരീടമായിട്ട് തന്നെ മനസ്സിലാക്കിക്കോളൂ. സ്തോത്രം. എന്നാൽ എപ്പോൾ മാത്രമേ ആ കിരീടം ലഭിക്കൂ? മരണത്തോടെ ലഭിക്കുകയുള്ളൂ. അതുകൊണ്ടാണ് മരണപര്യന്തം വിശ്വസ്തനായിരിക്കുക എന്ന് പറയുന്നത്. മരണത്തോടുകൂടെ മാത്രം. എന്നാൽ ആ മരണത്തിനു തൊട്ട് മുമ്പ് നാം അത് തള്ളിക്കളഞ്ഞാൽ, യേശുവിനെ ഉപേക്ഷിച്ചാൽ നമുക്കത് നഷ്ടമാകും. നമുക്കത് നഷ്ടമായാൽ ഈ പട്ടാളക്കാരനെ പോലെ, ഇത് വെറും കഥയല്ല, അനുഭവ കഥയാ. ആ അപ്പോസ്റ്റേറ്റ്, വിശ്വാസം ത്യജിച്ചു കളഞ്ഞ മനുഷ്യന് പകരം ഒരു കമ്മ്യൂണിസ്റ്റ് ആയിരുന്ന, ഒരു ഓർത്തഡോക്സ് കമ്മ്യൂണിസ്റ്റ് ആയിരുന്ന, യാഥാസ്ഥിതിക നിരീശ്വരവാദിയായിരുന്ന മനുഷ്യന് ഇയാൾക്ക് പകരം പോയി ആ സ്ഥാനത്ത് നിന്നെങ്കിൽ, നാം കർത്താവിനെ തള്ളിപ്പറഞ്ഞാൽ നമുക്കുള്ള അവകാശം മറ്റാരെങ്കിലും എടുക്കാൻ സാധ്യതയുണ്ട്. ഇത് അപഹരിക്കലല്ല. ഇവിടെയാണെങ്കിൽ അടിച്ചുമാറ്റലാണ്, അപഹരിക്കലാണ്. എന്നാൽ അവിടുത്തേത് അങ്ങനെ ആരും ബലാത്കാരേണ അപഹരിച്ചു കളയുകയല്ല. നാം സ്വയം വേണ്ട എന്ന് വെച്ചാൽ, സ്തോത്രം, മറ്റു പലരും അതിന് അവകാശികളായി തീരും. നഷ്ടം നമുക്കാണ്. കാര്യം മനസ്സിലായോ? അതുകൊണ്ട് ഇന്ന് രാത്രിയിൽ കർത്താവിന്റെ ഈ വചനം നാം ഉൾക്കൊള്ളുക. നമ്മുടെ ജീവിതത്തിലെ ഏതെങ്കിലും പ്രതികൂലത്തിന്റെയോ കഷ്ടതകളുടെയോ നഷ്ടങ്ങളുടെയോ ഒക്കെ നടുവിൽ ഈ കർത്താവിനെ വേണ്ടെന്ന് വെച്ചാൽ, ഈ നിത്യത വേണ്ടെന്ന് വെച്ചാൽ, ഈ സൗഭാഗ്യം വേണ്ട എന്ന് നമ്മൾ മനഃപൂർവം തള്ളിക്കളഞ്ഞാൽ, സ്തോത്രം, ആ സ്ഥാനത്തേക്ക് മറ്റാരെയെങ്കിലും ദൈവം തിരഞ്ഞെടുക്കും. സ്തോത്രം. മനസ്സിലാവുന്നുണ്ടല്ലോ? നഷ്ടം നമുക്കായിരിക്കും. നഷ്ടം നമുക്കായിരിക്കും. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, സ്തോത്രം, നിനക്കുള്ള കിരീടം വേറെ ആരും എടുക്കാതിരിപ്പാൻ നീ എന്ത് ചെയ്യണം? നിനക്കുള്ളത് മുറുകെ പിടിച്ചു കൊള്ളണം. ഹല്ലേലൂയ. ആത്മീയ മൂല്യങ്ങൾ നാം കൈവിടരുത്. നമ്മൾ പാട്ട് പാടുന്നത് പോലെ, സ്തോത്രം, കർത്താവിൽ നിദ്ര കൊണ്ട CS മാത്യു സാറ് പാടിയതുപോലെ, സ്തോത്രം, 9 മക്കൾ മരിച്ചുപോയ ഒരു മനുഷ്യനാണ് അദ്ദേഹം. 9 മക്കൾ മരിച്ചുപോയ മനുഷ്യനാ ആ പാട്ടെഴുതിയത്. എൻ പ്രിയനെ പോൽ സുന്ദരനായി ആരെയും ഞാൻ ഉലകിൽ. അതിലാണ് അദ്ദേഹം പാടിയത്, ഈ മണ്ണെ പ്രതി മാണിക്യം
വെടിയുകയില്ല ഞാൻ. സ്തോത്രം. അല്പവും കൂടെ നാം സഹിച്ചു നിൽക്കുക. മനസ്സിലാവുന്നുണ്ടോ? അതാണ് കർത്താവ് പറഞ്ഞത്, സഹിഷ്ണുതയെ കുറിച്ചുള്ള എൻ്റെ വചനം നീ കാത്തുകൊണ്ടു. അതുകൊണ്ട് ഞാനും നിന്നെ കാക്കും. മാത്രമല്ല, കേവലം നിന്നെ ഉപദ്രവങ്ങളിൽ നിന്ന്, മഹാപീഠയിൽ നിന്ന് വിടിവിക്കുക മാത്രമല്ല, കിരീടവും കൂടെ നിനക്ക് ലഭിക്കും. സഹിക്കുക പ്രിയരെ, പിന്മാറരുത് കേട്ടോ. അതുകൊണ്ടാണ് എബ്രായ ലേഖനം 10-ാം അധ്യായത്തിൽ അപ്പോസ്തലൻ പറഞ്ഞത്, നിങ്ങളുടെ മഹാപ്രതിഫലമുള്ള ധൈര്യം തള്ളിക്കളയരുത്. സ്തോത്രം. നിങ്ങളുടെ മഹാപ്രതിഫലമുള്ള ധൈര്യം നിങ്ങൾ എന്ത് ചെയ്യരുത്? തള്ളിക്കളയരുത്. എബ്രായ ലേഖനം 10-ാമത്തെ അധ്യായം, സ്തോത്രം, അതിൻ്റെ 34 അല്ലെങ്കിൽ 35 മാത്രം വായിച്ചാൽ മതി, സമയത്തിന്റെ പരിമിതി കൊണ്ട്. 35, Hebrews 10:35. അതുകൊണ്ട് മഹാപ്രതിഫലമുള്ള നിങ്ങളുടെ ധൈര്യം തള്ളിക്കളയരുത്. ആമേൻ. സ്തോത്രം. അതുകൊണ്ട് മഹാപ്രതിഫലമുള്ള നിങ്ങളുടെ ധൈര്യം തള്ളിക്കളയരുത്. സ്തോത്രം. ഇംഗ്ലീഷും കൊണ്ടൊന്ന് വായിച്ചു. 35. Therefore, do not throw away your confidence, which has a great reward. സ്തോത്രം. Your confidence, ധൈര്യം, it has a great reward. സ്തോത്രം. ഈ എബ്രായ വിശ്വാസികൾ ഉള്ളിൽ ക്ഷീണിച്ചു മടുത്ത് ഇനിയും വേണ്ട എന്ന് വെക്കാൻ തുടങ്ങി. അപ്പോസ്തലൻ പറയുക, ഇല്ലില്ല, തള്ളിക്കളയരുത്, തള്ളിക്കളയരുത്. നിങ്ങളുടെ ധൈര്യത്തിന് മഹാപ്രതിഫലമുണ്ട്. സ്തോത്രം. അതുകൊണ്ടാണ് EV വർഗീസ് ആണെന്ന് തോന്നുന്നു, എൻഷൽ വർഗീസ് എന്നാണ് പേര്, EV ആണെന്ന് എനിക്ക് തോന്നുന്നു, യാഹേ നീ എൻ ദൈവം, വാഴ്ത്തും ഞാൻ നിന്നെ എന്ന പാട്ടെഴുതിയ ദൈവദാസൻ അദ്ദേഹം. അതുകൊണ്ടാണ് ആ പാട്ടിൽ പാടിയത്, പോർക്കള മുൻപിൽ പിന്മാറുകയോ, പടിവാതിലിൽ ഇനി ഞാൻ തളരുകയോ ഇല്ലില്ലില്ല, ഇല്ല. പോർക്കള മുൻപിൽ ഞാൻ പിന്മാറില്ല, പടിവാതിലിൽ ഞാൻ തളരുകയില്ല. പിന്നെന്താ ചെയ്യുന്നത്? ഒന്ന് ഞാൻ ചെയ്യുന്നു, പിൻപിലുള്ളതിനെ മറക്കുന്നു, മുൻപിലുള്ള ദൈവത്തിന്റെ പരമവിളിയുടെ ലാക്കിലേക്ക് വിരുദ്ധനായി ഞാൻ ഓടുന്നു. സ്തോത്രം. തള്ളിക്കളയല്ലേ. നമ്മുടെ ധൈര്യത്തിന്, നമ്മുടെ കോൺഫിഡൻസിന്, നമ്മുടെ എൻഡ്യൂറൻസ്, സഹിഷ്ണുതയ്ക്ക് വളരെ വലിയ പ്രതിഫലമുണ്ട്. സ്തോത്രം. അതുകൊണ്ട് അടുത്ത വാക്യത്തിൽ എന്താ പറയുന്നത്? ദൈവ ഇഷ്ടം ചെയ്ത് സഹിഷ്ണുത നിങ്ങൾക്ക് ആവശ്യം. ദൈവേഷ്ടം ചെയ്ത് വാഗ്ദത്തം പ്രാപിപ്പാൻ സഹിഷ്ണുത നിങ്ങൾക്ക് ആവശ്യം. സ്തോത്രം. അതുകൊണ്ട് നാം സഹിഷ്ണുതയുള്ളവരായിരിക്കുക. കർത്താവ് തന്റെ കൃപയാൽ നമുക്ക് തന്നത് മുറുകെ പിടിച്ചുകൊള്ളുക, നഷ്ടപ്പെടുത്തരുത്. സ്തോത്രം. നഷ്ടപ്പെടുത്തരുത്.
ഇത്രയും കാര്യങ്ങൾ മനസ്സിലായോ? ക്രിസ്ത്യൻ വാല്യൂസ്, ക്രിസ്ത്യൻ വെർച്യൂസ്, ക്രിസ്ത്യൻ ടെസ്റ്റിമണി, വാട്ട് വി ആർ ഇൻട്രസ്റ്റഡ് വിത്ത്, ഇതൊന്നും നഷ്ടപ്പെടുത്തരുത്. ക്രിസ്തീയ മൂല്യങ്ങൾ, സ്വഭാവ വിശേഷതകൾ, ദൈവം നമ്മെ ഭരമേൽപ്പിച്ചത് ഒന്നും നഷ്ടപ്പെടുത്താതെ സൂക്ഷിക്കുക. മഹാപ്രതിഫലമുള്ളതാണ് ഇതൊക്കെ. ഹല്ലേലൂയ. നാം ഇന്ന് നോക്കുമ്പോൾ ഇതിനൊന്നും ഒരു വിലയില്ല എന്നൊക്കെ നാം ചിന്തിക്കും. സ്തോത്രം. ഈ ലോകത്തിൽ കാണുന്നതിനേക്കാൾ വലുതായി നാം കാണാത്ത, ഇന്ന് നമുക്ക് കാണുവാൻ കഴിയാത്ത നിത്യമായ കാര്യങ്ങളെ ആത്മാവിന്റെ കണ്ണുകളാൽ കാണുവാനായിട്ട് സാധിക്കുന്നെങ്കിൽ, ആ കാഴ്ച നിമിത്തം ഇപ്പോഴത്തേതൊന്നും വേണ്ട എന്ന് വയ്ക്കുന്നെങ്കിൽ, ലോകത്തിന് അതിന്റെ മൂല്യം അറിയില്ല. പക്ഷേ നാം ആ മൂല്യമുള്ളതിനെ എന്ത് ചെയ്തുകൊള്ളണം? മുറുകെ പിടിച്ചുകൊള്ളണം. മനസ്സിലായല്ലോ? അവസാനമായിട്ട് പറയുന്നത്, ആറാമത്തെ കാര്യം നാം നേരത്തെ ചിന്തിച്ചതാണ്. എന്താ? മാനസാന്തരപ്പെടാൻ ഒരു കൽപ്പന കർത്താവ് ഇവിടെ കൊടുക്കുന്നില്ല. മാനസാന്തരത്തിന്റെ ആവശ്യമില്ലാത്തതുപോലെ ഒരു നല്ല ക്രിസ്തീയ ജീവിതം ഈ സഭ നയിച്ചു. There is no command to repent. മാനസാന്തരപ്പെടുക എന്നൊരു കൽപ്പന കർത്താവിന് ഈ സഭയ്ക്കായി കൊടുക്കേണ്ടി വന്നില്ല. അങ്ങനെയുള്ള ഒരു നിർമ്മലമായ ജീവിതം, വിശുദ്ധമായ ജീവിതം, അതേപ്പറ്റി നമ്മൾ നേരത്തെ ചിന്തിച്ചു. അങ്ങനെ തന്നെയുള്ള ഒരു ജീവിതം നമുക്കും നയിക്കണമെന്ന്. സ്തോത്രം. പ്രിയരെ, അങ്ങനെയുള്ള ഒരു ആത്മീയ ജീവിതം നയിപ്പാൻ ഫിലദൽഫിയയിലെ സഭയെ കർത്താവ് 6 കാര്യങ്ങളിൽ അഭിനന്ദിക്കുന്നത് പോലെ നമ്മുടെയും ജീവിതമാകുവാൻ നമുക്ക് സമർപ്പിക്കാം. കാരണം ഇതിനൊക്കെ പ്രതിഫലം തരാൻ നമ്മുടെ കർത്താവ് വരാറായി. ഹല്ലേലൂയ. നമ്മുടെ കർത്താവിന്റെ വരവ് ഏറ്റവും അടുത്തിരിക്കുന്നു. ഒരുപക്ഷെ നമ്മുടെ ആയുഷ്കാലത്ത് തന്നെ കർത്താവിന്റെ കാഹളം മുഴങ്ങിയെന്ന് വരാം. അതിനാണ് ഏറെ സാധ്യത. അതുകൊണ്ട് ആ വലിയ പ്രത്യാശയോടെ നമ്മുടെ ജീവിതം നമുക്ക് കഴിക്കാം. ആയതിനായി ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ. ദൈവത്തിന് സ്തോത്രം. ഇതുവരെയുള്ള കാര്യങ്ങളിൽ എന്തെങ്കിലും വിശദീകരണം വേണമെങ്കിൽ ചോദിച്ചാട്ടെ. ഇല്ലെങ്കിൽ നമുക്കിന്ന് ഇവിടെ നിർത്താം. ബാക്കി കർത്താവിന്റെ വരവ് താമസിച്ചാൽ തിങ്കളാഴ്ചയാകാം.